ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണിലുള്ള ഒരു ടോക്ക് ബാക്ക് എന്നുള്ള ഫീച്ചർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ചില സമയത്ത് നമ്മൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ടോക്ക് ബാക്ക് എന്ന ഫീച്ചർ ഇനേബിൾ ആവും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചില ബട്ടൺസ് ഒക്കെ അറിയാതെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി ഇത് ഇനേബിൾ ആവും. ഇനേബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് എങ്ങനെ ഡിസേബിൾ ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല. കുറേക്കുന്നുണ്ടെങ്കിൽ ഒരു പകച്ച അവസ്ഥയാണ്. നമ്മൾ ഫോണിൽ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈബ്രേറ്റ് ആവാൻ തുടങ്ങും. ചില സമയങ്ങളിൽ ചില മെനുവിൽ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡബിൾ ടാപ്പ് ചെയ്യാൻ പറയും. അപ്പൊ ഇത് എന്താണ് ഈ സംഭവം എന്ന് പലർക്കും അറിയാത്തതുകൊണ്ട് ഇതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ ഇത് എങ്ങനെ ഇനേബിൾ ആകുന്നു, എങ്ങനെ നമുക്ക് ഇതിനെ ഡിസേബിൾ ചെയ്യാം, എന്താണ് ഈ ഫീച്ചർ കൊണ്ട് ഗൂഗിൾ ഉദ്ദേശിച്ചിട്ടുള്ളത്, അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് അറിയാത്തൊരു നോളജ് ആയിരിക്കും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനലിലെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്താണ് ടോക്ക് ബാക്ക്, എന്തിനു വേണ്ടിയിട്ടാണ് ടോക്ക് ബാക്ക് എന്ന് പറഞ്ഞ ഫീച്ചർ തന്നിട്ടുള്ളതെന്ന് പറയാം. അപ്പൊ ടോക്ക് ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആക്സസിബിലിറ്റി ബട്ടൺ ആണ്. നമുക്ക് ഈസി ടു ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ഈ ടോക്ക് ബാക്ക് എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞ ആൾക്കാർക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അത് തൊട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ഇനേബിൾ ആവുന്ന സമയത്ത് നമുക്ക് സ്പീക്കറിലൂടെ നമ്മൾ എന്താ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് അവർ ഫസ്റ്റ് പറയും. അതിനുശേഷം അത് ഡബിൾ ടാപ്പ് ചെയ്യാൻ പറയും. എന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ടിട്ടുള്ള ഐക്കൺസ് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം പറയുന്നതാണ് അത് ഡബിൾ ടാപ്പ് ചെയ്യാൻ. അപ്പൊ അവർ നമ്മൾ സ്പീക്കറിലൂടെ പറയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് മെനു. അപ്പൊ നമ്മൾ തുറന്നത് കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം, നമുക്ക് വിസിബിലിറ്റി ഇല്ലാത്തൊരു അവസ്ഥയിൽ നമുക്ക് ഫോണിലെ കാര്യങ്ങളെ ആക്സസിബിലിറ്റി ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നേരിട്ട് തന്നിട്ട് തൊട്ട് കഴിഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ എവിടെയൊക്കെ എടുക്കുന്ന ഐക്കൺസ്. എല്ലാം ഐക്കൺസ് ഒക്കെ അടുത്തടുത്താണല്ലോ എടുക്കുന്നത്. അപ്പൊ നമുക്ക് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയും ഇതാണ് സംഭവം. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞാൽ ഡബിൾ ടാപ്പ് ചെയ്യാൻ പറയും. നമ്മളിപ്പോ സാധാരണ രീതിയിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് കയറുക ചെയ്യുക. ഇത് നമുക്ക് ഇത് തൊട്ട് കഴിഞ്ഞാൽ അവർ പറയും ഡബിൾ ടാപ്പ് ചെയ്യാൻ. അപ്പോഴാണ് അതിന്റെ ഉള്ളിലേക്ക് കയറുള്ളൂ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ സാധാരണ രീതിയിലേക്കും നല്ല രീതിയിലുള്ള സ്ലോയിലേക്ക് ഫോൺ മാറും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താണ് ഈ ടോക്ക് ബാക്ക് എന്നുള്ള ഫീച്ചറിനെ കുറിച്ച്. ശരിക്കും ഇത് ടോക്ക് ബാക്ക് എന്ന ഫീച്ചർ കൊണ്ടുവന്നിട്ടുള്ളത് ഗൂഗിളിന്റെ സൈഡിൽ നിന്നാണ്. ഇതിനെ നമുക്ക് ഗൂഗിൾ ടോക്ക് ബാക്ക് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ മൊബൈലിൽ ഇത് എങ്ങനെ ഇനേബിൾ ചെയ്യാന്ന് ഫസ്റ്റ് നോക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ള അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അഡീഷണൽ സെറ്റിങ്സ് ഓപ്ഷൻ കാണാൻ സാധിക്കും. ചില മൊബൈൽ അഡീഷണൽ സെറ്റിങ്സ് അല്ലാതെ ആക്സബിലിറ്റി എടുക്കേണ്ടായിരിക്കും. അഡീഷണൽ സെറ്റിങ്സിൽ പോയതിന് ശേഷം നമുക്ക് ആക്സബിലിറ്റി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ ഉള്ള രണ്ടാമത്തെ ഓപ്ഷനായിട്ട് ടോക്ക് ബാക്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ടോപ്പിൽ ആക്സബിലിറ്റി ഓപ്പൺ ചെയ്യുക. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലോ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. എല്ലോ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഓൺ ആവുന്ന കാണാം. ഇപ്പം നമ്മുടെ ടോക്ക് ബാക്ക് ഓൺ ആയി കഴിഞ്ഞു. നമുക്ക് ഇനി ബാക്ക് അടിക്കാം. അപ്പോൾ ബാക്ക് അടിക്കുമ്പോൾ ബാക്ക് പറയുന്നതായിട്ട് അറിയാൻ സാധിക്കും. പിന്നെ നമ്മൾ ഓരോ ഇപ്പോൾ കണ്ടോ ഒരു ആപ്പിൽ എത്തി കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് ഓരോന്നും അവർ പറയുന്നുണ്ട് എവിടെ എത്തി. ഇപ്പോൾ നമ്മൾ ഹോമിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്കത് ഡബിൾ ടാപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ഇനി നമ്മൾ സെക്യൂരിറ്റിയിലേക്ക് എനേബിൾ ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് ഡബിൾ ടാപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാത്തിനെയും കുറിച്ച് കറക്റ്റായിട്ട് ഇൻഫോർമേഷൻ നമുക്ക് അവർ പാസ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്താൽ മതി. ഇത്തിരി സ്ലോ ആയിരിക്കും. ഇനി അടുത്ത് നമുക്കിത് എങ്ങനെ ഡിസേബിൾ ചെയ്യാൻ നോക്കട്ടെ, എങ്ങനെ ഓഫ് ചെയ്യാം. അതിനായിട്ട് വോളിയം അപ്പ് ബട്ടണും വോളിയം ഡൗൺ ബട്ടണും കണ്ടിന്യൂസ് ആയിട്ട് 3 സെക്കൻഡ് നേരത്തേക്ക് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്തപ്പോൾ അടിയിൽ എഴുതി കാണിക്കുന്നത് ടോക്ക് ബാക്ക് ഓപ്ഷൻ ഡിസേബിൾ ആയി അല്ലെങ്കിൽ ഓഫ് ആയി എന്നുള്ളത്. ഇപ്പോൾ സാധാരണ മാതിരി നമുക്ക് പഴയ മാതിരി തന്നെ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്മാർട്ട് ഫോണിൽ ചില സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഇനേബിൾ ആയി പോകുന്നു. ചില സമയത്ത് നമ്മൾ എടുക്കുമ്പോൾ ബട്ടൺസ് ഒക്കെ പ്രസ് ആവുന്നത്. ഏതൊക്കെ ബട്ടൺസ് കണ്ടിന്യൂസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് ഇനേബിൾ ചെയ്യുന്നത് ഫസ്റ്റ് നമുക്ക് നോക്കാം. ആ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ അടുത്ത പ്രാവശ്യത്ത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ പേടിക്കേണ്ട കാര്യം വരുന്നില്ല. ഈ ബട്ടൺസ് ആണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇനേബിൾ ആവുന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ നിങ്ങളത് പ്രസ് ചെയ്യാതിരിക്കും. അപ്പോൾ നമുക്ക് അതും കൂടി കണ്ടതിന് ശേഷം നമുക്ക് നോക്കാം കേട്ടോ. ഇത് അറിയാതെ എങ്ങനെയാണ് ബട്ടൺസ് ക്ലിക്ക് ചെയ്താൽ വരുന്നത്. നമ്മുടെ വോളിയം അപ്പ് ബട്ടൺ ഡൗൺ ബട്ടണും ഡിസേബിൾ ചെയ്യാൻ പറഞ്ഞില്ല. അതുമാതിരി തന്നെ ഡിസേബിൾ ആയ സമയത്ത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇനേബിൾ ആവും. അപ്പോൾ ഇത് ഓൺ ആവും. അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇത് ഇങ്ങനെ ഇനേബിൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ വർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓരോന്ന് പ്രസ് ചെയ്യുമ്പോൾ അതിന് പറഞ്ഞുകൊണ്ടിരിക്കും. പറയുമ്പോൾ നമ്മൾ എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ഡിസേബിൾ ചെയ്യാൻ പഴയ പോലെ തന്നെ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഡിസേബിൾ ആയി കിട്ടും. അപ്പോൾ ഇത്ര മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഡിസേബിൾ ആയി കഴിഞ്ഞാൽ സാധാരണ പഴയമാതിരി എങ്ങനെയാണ് യൂസ് ചെയ്ത് അതുപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂസ്ഫുൾ ആണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനി നല്ല രീതിയിൽ നൽകുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.